കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ അയാൾ എന്താ പറയുക, എൻ്റെ കച്ചവടം ഒന്ന് മെച്ചപ്പെട്ട്, ഒരു പെട്ടിപ്പീടി നടത്തുന്നോണ്ട് ഇതാ കച്ചവടം ഒന്ന് മെച്ചപ്പെട്ട് ഈ പെട്ടിപ്പീടി ഒന്ന് കുറച്ച് നല്ലൊരു ഷോപ്പാക്കിയെങ്കിൽ എന്നാണ് ഓൻ വിചാരിച്ചത്. കച്ചവടം ഒന്ന് കൂടിയാൽ പിന്നെന്താ വെച്ചാലും ഓൻ്റെ ആഗ്രഹം കുറച്ചും കൂടി വലിയൊരു പീടിയേക്കാരം, ഒരു പലചരക്ക് കട. പിന്നെ വിചാരിച്ചെന്താ അറിയോ, ഓൻ്റെ അടുത്ത് കായുണ്ടായ സൂപ്പർ മാർക്കറ്റൊക്കെ ചെയ്യാം. ഒരു സൂപ്പർ മാർക്കറ്റ് സൂപ്പറായാൽ പിന്നെ ഓൻ തരോ അപ്പുറത്തങ്ങാടിയിൽ ഒന്നുകൂടി തുടങ്ങും, 2 സൂപ്പർ മാർക്കറ്റ് ആവും അല്ലേ. പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും 3-4 സൂപ്പർ മാർക്കറ്റ് ആയാൽ പിന്നെ ഓൻ്റെ നോട്ടം കെട്ടിക്കാരോ ദുബായിൽ ഒന്ന് തുടങ്ങാൻ പറ്റുമോ കാരണം. ഓൻ്റെ നിസ്കാരം കൂടുക, ഓൻ്റെ ദിക്റ് കൂടുക, ഒരു പേജ് ഖുർആൻ ഓതുക, അത് കൂടാൻ സാധ്യത കുറവാണ്. ഓൻ്റെ തിരക്ക് കൂടുള്ളൂ. ഓൻ ഇപ്പോൾ കുറച്ച് ദിവസം ദുബായിലും കുറച്ച് ദിവസം പിടിയേക്കാരോ, അവിടെ ഒരു ഷോപ്പ് ഇടാൻ പറ്റുമോ എന്ന് നോക്കാൻ പോയതാണ്. അറിയും സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ ടെൻഷനേക്കാരം. അവിടെ ദിർഹമിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓന് ടെൻഷൻ കൂടും. ഇവിടെ ഏതെങ്കിലും ഷോപ്പിൽ കച്ചവടം കുറഞ്ഞാൽ വലിയ ഷോപ്പാകുമ്പോൾ എന്താ കുഴപ്പങ്ങൾ, കുറേ ശമ്പളം കൊടുക്കേണ്ടി വരും. കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ ആഫീസ് പൂട്ടും. പഴയ പെട്ടിപ്പീടിയല്ലത്, പഴയ പെട്ടിപ്പീടിയല്ല. ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാണ്ട് 1-ാം തീയതി മരുവാരിക്ക് വരുമാനം അല്ലെങ്കിൽ ഇത് പൂട്ടിപ്പോവും. ഓൻ്റെ ടെൻഷൻ കൂടും. ഓൻ ഡെയിലി ചോദിക്കും, എന്താ ഇതേവരെ പെട്ടിപ്പീടിയിൽ കണക്ക് വരെ നോക്കാത്ത ആളേക്കാരം ഡെയിലി നോക്കുന്നുണ്ടാവും. എന്താ അവിടുത്തെ ഷോപ്പിൽ നിന്ന് എന്ത് കുറവാണല്ലോ, എന്താ കാരണം, 4 ആളെ കുറിച്ച് ചീത്തറിയൽ അല്ലേ. ഓൻ്റെ നിസ്കാരത്തിൽ തെക്കുബീറട്ടിയാ പിന്നെ ചിന്ത തൈക്കാരം, എന്താ അപ്പോൾ അവിടെ അങ്ങനെ കച്ചവടം കുറയണ്, ഇവിടെ എന്താ അങ്ങനെ. സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞാരോ, ഇതൊരിക്കലും തീരൂല, ഒരിക്കലും തീരൂല. അപ്പൊ ഞാൻ എൻ്റെ അനുഭവം എന്ന് പറയണേ, എനിക്ക് 2000 റുപ്യ 2500 റുപ്യ മാസം കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ട് ജീവിതത്തിൽ. പൈസ കൂടിയോ സന്തോഷം കുറയും. ഇത് അടിസ്ഥാനപരമായ പ്രശ്നം എത്ര കിട്ടുന്നു എന്നതല്ല, നമ്മൾ എത്ര നേടി ദുനിയാവിൽ എത്ര നേടുന്നു എന്നതല്ല പ്രശ്നം. നിങ്ങൾ ഉള്ളതിൽ സംതൃപ്തയാണോ എന്നുള്ളത്, ഉള്ളതിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു പോയിന്റാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നമ്മളെ മനുഷ്യന്റെ എന്താണ് വായ നടക്കണമെങ്കിൽ ഒരു സ്വർണത്തിന്റെ മല കാണിച്ചു കൊടുത്താൽ ആദമിന്റെ മകൻ എന്താ ചോദിക്കാറ്, അടുത്ത മല ഉടൻ, അടുത്ത മല ഉടൻ. ഒരു കഥ പറയുന്നുണ്ട്. ഏറ്റവും ഒരു രാജാവ് ചോദിക്കുന്നുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും സമാധാനത്തിൽ ജീവിക്കണ മനുഷ്യൻ ആരാന്ന് പറയാൻ പറയും. അങ്ങനെ മന്ത്രി കാണിച്ചു കൊടുക്കുക, ഇയാളാണ് ഇന്ന പെരിയിൽ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, അയാളാണ് നമ്മളെ നാട്ടിൽ കണ്ടിയിൽ ഏറ്റവും സമാധാനമുള്ള മനുഷ്യൻ. എന്നാ ഓന്റെ പെരന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടോ സുബൈക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു 99 സ്വർണ്ണ നാണയത്തിന്റെ ഒരു കിജ് കൊണ്ടിടാൻ പറയും. അങ്ങനെ വാതിൽ തുറന്നൊരു സുബൈക്ക് തന്നെ ഇറങ്ങുമ്പോൾ ഓന് ഒരു സ്വർണ്ണ നാണയത്തിന്റെ എണ്ണി വെക്കും, 99. ഒന്ന് കുറവുണ്ടല്ലോ. ആരാ ഇപ്പൊ എടുത്ത്, ഇതിപ്പോ ആരോ കണ്ടുകണല്ലോ, ഇതിനാരോ ഒന്ന് എടുത്ത് ബാക്കി അവിടെ വെച്ചതാണല്ലോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് രാജാവ് പോയി നോക്കാൻ പറയും, ഓന്റെ അവസ്ഥ എന്താണ്, ഓനെ കാണാൻ വെച്ചാന്നാണ്, ഉറങ്ങിയിട്ടില്ല, ഓനി ഒന്ന് തെരഞ്ഞെടുക്കണ്. അതാണ് സഹോദരങ്ങളെ ദുന്യാവ് എന്ന് പറഞ്ഞാൽ. നമുക്ക് തോന്നും 10 കിട്ടിയാൽ നമ്മൾ പ്രശ്നം തീരുന്നു. ഇല്ല, അപ്പൊ നമുക്ക് 100 മാണ്ടി വരും. കാരണം 10 100ന്റെ കളിയാ കളിച്ച അടുത്തച്ച് കണ്ട് സമാധാനത്തിൽ പോകുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറണം, നിലപാട് മാറണം, ഉള്ളതിൽ സംതൃപ്തി വരണം.